ഹായ് ഫ്രാൻസ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പറയാൻ ബാക്കി വെച്ചതെല്ലാം പുറത്തേക്ക് കൊണ്ടുവരും. ലെവൽ ക്രോസ് ജൂലൈ 26 റിലീസിന് ഒരുങ്ങുകയാണ്. എത്ര കാലമായി എന്നറിയ വെയിറ്റ് ചെയ്യുന്നത്. കാരണം ട്രെയിലർ കണ്ടു തുടങ്ങിയിട്ട് ഇപ്പോൾ ഏകദേശം ഒരു 2 മാസത്തിൻ്റെ അടുത്തായിട്ടുണ്ട്. അർഫസ് അയ്യൂബ് സംവിധാനം ചെയ്യുന്ന മൂവിയാണ്. ആദം അയ്യൂബ്, അർഫസ് അയ്യൂബ് ആണ് ഇതിൻ്റെ റൈറ്റർ. പടത്തിൽ നമ്മുടെ സ്വന്തം അസീഫ് അലിക്ക, ഷറഫുദ്ദീൻ നവനാപ്പോൾ നീണ്ട കാസ്റ്റിംഗ് ഉണ്ട്. അസീഫ് അലിക്കയുടെ കരിയർ ബെസ്റ്റ് പെർഫോമൻസ് ആണ് ഈ പടത്തിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ജൂലൈ 26, ഇനി 3 ദിവസം പടം വെയിറ്റിംഗ്. ഗംഭീര പടാവാൻ സാധ്യതയുണ്ട്. സർവൈവൽ, അതിജീവനമാണ്. ആടുജീവിതത്തിന് ശേഷം, മഞ്ഞമ്മൽ ബോയ്സിനൊക്കെ ശേഷം നമ്മൾ കാണുന്ന ആ ടൈപ്പ് ഓഫ് മൂവി. സംഭവം കുറച്ച് വ്യത്യാസങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. പിന്നെ ഈ പടത്തിന് പ്രതീക്ഷകൾ അങ്ങ് വാനോളാണ്. കാരണം ജിത്തു ജോസഫ് പ്രസാൻസ് ആളെ സംവിധാന സഹായിയായിരുന്ന കാലങ്ങളായിട്ട് ഇപ്പോൾ ആള് സംവിധാനം ചെയ്യുന്ന മൂവിയാണ്. അപ്പോൾ ജിത്തു ജോസഫിൻ്റെ കൈ അതിലുണ്ടാവില്ലേ? കൈ പതിഞ്ഞിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ട്രെയിലറൊക്കെ നമ്മുടെ മമ്മൂക്ക, അതുപോലെ തന്നെ DQ, വെങ്കിടേഷ്, തെലുങ്കുന്ന് രവീനട്ട, ഹിന്ദി എന്നൊക്കെ സോഷ്യൽ മീഡിയ പേജിലാണ് പങ്കുവെച്ചിരുന്നത്. ഈ പടത്തിൽ വേറെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പടം ടുണീഷ്യയിൽ ഷൂട്ട് ചെയ്ത ആദ്യ ഇന്ത്യൻ സിനിമയാണ് കേട്ടോ. അങ്ങനെയാണല്ലേ, ആദ്യ ഇന്ത്യൻ ചിത്രമാണ്. സംഗീതം, മ്യൂസിക് വിശാൽ ചന്ദ്രശേഖർ, സീതാരാം. മ്യൂസിക്, പാട്ടുകൾ അത് മലയാളത്തിൽ തന്നെ കേൾക്കുന്ന രസമായിരുന്നു. തെലുങ്കിൽ കേട്ട വേറെ ഫീലാട്ടെ. കേൾക്കാത്തവർ മസ്റ്റായിട്ട് കേൾക്കണേ. യൂട്യൂബിലൊക്കെ അടിച്ചാൽ കിട്ടിയ തെലുങ്ക് പാട്ടുകൾ വേറെ ഫീൽ. മലയാളത്തിൽ കേൾക്കുമ്പോൾ അതിൽ എനിക്ക് രണ്ട് ഫീലാണ്. പക്ഷെ മലയാളത്തിൽ എന്ത് രസമായിട്ടാണ് ചെയ്തിട്ടുള്ളത് അറിയാം. ചിത്ത അതൊക്കെയാണ് ആൾ ചെയ്തിട്ടുള്ളത്. ആളുടെ ആദ്യത്തെ മലയാളം മൂവിയാണ് മ്യൂസിക് കൊടുക്കുന്ന ആദ്യത്തെ. അതിനൊരു പടത്തിൻ്റെ പ്രത്യേകതയാണ്. പിന്നെ എഡിറ്റർ നമ്മുടെ ദീപ് ജോസഫാണ്. നമ്മുടെ ലിജോസ് പല്ലിശ്ശേരിയുടെ എല്ലാ പടത്തിലും എഡിറ്റ് ചെയ്യുന്ന ഒരാളെന്ന് തന്നെ പറയാം. കാരണം ജല്ലിക്കെട്ട്, ചുരുളി, നൻപകൽ നേരത്ത് മയക്കം, അങ്ങനെ ഒരുപാട് പടങ്ങളിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ പടം വരികയാണ്. അതിജീവനാണ്. ട്രെയിലർ കണ്ടിട്ടുണ്ടായിരിക്കും. നമ്മൾ അതിൻ്റെ റിയാക്ഷൻ വീഡിയോ ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് പോകുന്നില്ല. ഫാമിലിയിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ, പിന്നെ ഒരു ഒറ്റപ്പെട്ട് നിൽക്കുന്ന കുറേ കാര്യങ്ങൾ, പിന്നെ അതിജീവനം, സർവൈവ്, പിന്നെ പെർഫോമൻസുകളൊക്കെ കൂടിയിട്ട് ഇതൊരു ഗംഭീര പടമായിരിക്കും. യാതൊരു സംശയം. പെർഫോം ചെയ്യാൻ നല്ലൊരു ഏരിയ എടുക്കുന്നുണ്ട്. പിന്നെ ഷറഫുദ്ദീനെ നമുക്കറിയാം. ഷറഫുദ്ദീനെ ഒരുപാട് പടങ്ങൾ എനിക്ക് ഇഷ്ടപ്പെട്ട പടങ്ങളുണ്ട്. നല്ല ക്യാരക്ടർ ചെയ്ത റോൾ എടുത്ത് ചെയ്യാൻ കഴിവുള്ള ഒരാളാണ്. പിന്നെ അപ്പോൾ കുഞ്ഞായിട്ട് ഉള്ള ആള് വന്നില്ല. കുഞ്ഞിനെ കൊണ്ടുപോകുന്നുണ്ടാണെന്നൊന്നും തോന്നുന്നില്ല. എൻ്റെ പ്രൊമോഷനിലൊക്കെ നമ്മൾ ആളുടെ സ്പീച്ചും കാര്യങ്ങളൊക്കെ കേട്ടു. അടിപൊളിയാണ്. ആൾ ആടുജീവിതത്തിലെ പെർഫോമൻസ് നമ്മൾ കണ്ടു. ഇപ്പോൾ അസീഫ് അലിയുടെ കരിയറിലൊരു വലിയ പടം തന്നെയായിരിക്കും. നല്ല സാധ്യതയുള്ള പടമാണ്. ഇപ്പോൾ അസീഫ് അലിക്ക് അടുത്ത മാസം 2 പടങ്ങളുണ്ട്. അടുത്ത മാസം നമ്മുടെ 2 പടങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 നമ്മൾ പ്രതീക്ഷയുള്ള പടങ്ങളാണ്. ഡിഫറെൻറ്റ് സബ്ജക്റ്റ്, കോമഡി ആയിട്ട് വരുന്ന സംഭവമാണ്. ജാതി വൈബ്സ് ആണ്. അഡിയോസ് അമീഗോസ്, ആഷിഖ് റഹ്മാൻ പ്രസൻസ്, അജീബ് പീറ്റർ കേട്ടോ. അജീബ് പീറ്റർ ആണ് ഇതിൻ്റെ റൈറ്റർ. എന്ന് വെച്ച് കഴിഞ്ഞാൽ കെട്ടിയോളാണ് മാലാക. അസീഫ് അലിയുടെ സൂപ്പർ മൂവി ആയിരുന്നു. എത്ര പ്രാവശ്യം കണ്ടെന്നറിയില്ല. അടിപൊളി പടമായിരുന്നു. നഹാസ് നാസറാണ് ഈ പടം സംവിധാനം ചെയ്യുന്നത്. കിഡു ടീമാണ് അവർ. ആഷിഖ് റഹ്മാൻ, നഹാസ് നാസർ, ഖാലിദ് റഹ്മാൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ടീം ഒരുപാട് പടങ്ങളുടെ ഭാഗമായിട്ട് അവർ എക്സ്പീരിയൻസ്ഡ് ആയ ഡയറക്ടറായിട്ട് നഹാസ്. അതുപോലെ എടുത്ത് പറയണം, വലിയ താരനിരയാണ്. ആസിഫ് സൂരജാണ് ഇതിൽ മെയിൻ സംഭവം ചെയ്യുന്നത്. അതിന് ട്രെയിലർ കണ്ടിട്ടുണ്ടായിരിക്കും. ഒരു KSRTC ബസ്സിൽ യാത്ര, ബോസ്, കൂട്ടുകാരൻ. ആസിഫിന് വേറെ വൈബ് പിടിച്ചിട്ടുള്ള ഫുള്ള് സാധനങ്ങളാണ്. തികച്ച സാധാരണക്കാരനായിട്ടുള്ള സാധനം. ഒരു 25,000 കടം ചോദിക്കുന്ന ഹസ്ബൻഡായിട്ട് കണ്ടുമുട്ടുന്ന ഒരു യാത്ര, അതൊക്കെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. പിന്നെ അവരപ്പോൾ ഒരുമിച്ച് ഭയങ്കര കൂട്ടുകാരന്മാരാവുന്നതിൻ്റെ കുറേ ഇൻസിഡൻസ്. അതായിരിക്കും പടം. പക്ക കോമഡി എന്റർടൈൻമെന്റ് ആയിരിക്കും. 1 മണിക്കൂർ 2 മണിക്കൂർ താഴെ പടമുള്ളോട്ട്. പിന്നെ ഇതിൽ ക്രൂ ആസിഫ്, സൂരജ്, സൗബിൻ, അൽതാഫ്, സലീം, അനക, ഷൈൻ ടോം, ചാക്കോ, ഗണപതി, ജിനു ജോസഫ്, മുത്തുമണി. നീണ്ട കാസ്റ്റിംഗ് ആണല്ലോ. ഓക്കെ, അപ്പോൾ നൈസാണ്. എനിക്ക് അസീഫിൻ്റെ ലുക്ക്, എൻ്റെ സാൾട്ടൻ പേപ്പറിലെ ലുക്കൊക്കെ ചെറിയ രീതിയിൽ കിട്ടിയാൽ ഫുള്ള് വൈബ് കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുന്നു. അപ്പോൾ വെയിറ്റിംഗ് ആണ് ഈ പടം. ഈ 26 പടമാണെങ്കിൽ മറ്റേത് ഓഗസ്റ്റ് ഫസ്റ്റ് വീക്ക് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് അസീഫ്ക്ക് 2 പടങ്ങൾ വരുന്നല്ല. മനോരഥങ്ങൾ എന്ന ആന്തോളജി മൂവിയിൽ ഒരു കിഡ് ലുക്കാണ് ആള് കണ്ടത്. ഡിഫറെൻറ്റ് ലുക്കാട്ടോ 3 പടത്തിൽ. ശ്രദ്ധിച്ചു നോക്കിക്കോ. അന്ന് ഫുൾ വൈബ് 2 കുറച്ച് സർവൈവലൊക്കെ ആയിട്ട് ഒറ്റപ്പെട്ട ഒരു റെയിൽവേ ക്രോസിലെ വാച്ച്മാനായിട്ട് നിൽക്കുന്ന ഒരു ക്യാരക്ടർ. പിന്നെ മനോരഥങ്ങളിൽ താടിയൊക്കെ വെച്ച്
പിന്നെ 2 പടങ്ങളും ആളാണ് ഓൾറെഡി കമ്മിറ്റഡ് ആണ്. സൈലന്റ് റേഡിയോ കലൂർ രവികുമാർ സംവിധാനം ചെയ്ത പടത്തിന് ആൾ ഡേറ്റ് കൊടുത്തിട്ടുണ്ടെന്ന് കിട്ടിയത് കറക്റ്റ് ഇൻഫർമേഷൻ അറിയില്ല. അതുപോലെ തന്നെ ആഭ്യന്തര കുറ്റവാളി സേതുനാഥ് പത്മകുമാർ സംവിധാനം ചെയ്തൊരു മൂവിയാണ്, അതിലാൾ ഡേറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സിഫലിക്കൊക്കെ വളരെ ഡിഫറെൻ്റ് ആയിട്ട് ക്യാരക്ടർ സെലക്ട് ചെയ്തിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ലെവൽ ക്രോസ് കഴിഞ്ഞാൽ തന്നെ വേറെ ലെവലാണ്. ഒരുപാട് പ്രശ്നങ്ങൾ ആളത് മൈൻഡ് വെച്ചില്ല. ആളുടെ ക്യാരക്ടർ നമ്മൾ കണ്ട് ചിരിച്ച മുഖം കണ്ടു. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം. സിഫലിക്ക നിങ്ങളെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരാളാണ്, നിങ്ങളുടെ എല്ലാ പടങ്ങളും കാണുന്ന ഒരാളാണ്. ഇറ്റ്സ് എ ക്യാരക്ടർ ഓൾസോ. ഓൾ ദി ബെസ്റ്റ് സിഫലിക്ക. എല്ലാ പടങ്ങളും വമ്പ ഹിറ്റ് ആവട്ടെ. തലവന് ശേഷം വരുന്നൊരു പടമാണ്, ഭയങ്കര പ്രതീക്ഷയാണ്. ഓൾ ദി ബെസ്റ്റ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. പ്ലീസ് സപ്പോർട്ട്, പ്ലീസ് പ്ലീസ് പ്ലീസ്.